മറ്റാരുണ്ട് LDF അല്ലാതെ? അല്ലെങ്കിൽ അവർ ആപ്പ് പുറത്തുവിടട്ടെ. ഇപ്പോൾ അതിൻ്റെ ആപ്പിൻ്റെ ചെലവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, 9 ലക്ഷമോ മറ്റോ ആപ്പിന് ചിലവായി എന്ന് പറയുന്നു. എന്തിനാണ് ആപ്പ് കൊണ്ട് എന്താ ഉപകാരം? ആ ആപ്പിൻ്റെ ഭാഗമായി എത്ര പണം വന്നു ആപ്പിലൂടെ കാണിക്കാൻ കഴിയുമല്ലോ. ഇത്ര പണം വന്നു എന്നത് അവർ കാണിക്കട്ടെ. ആരിൽ നിന്നൊക്കെയാണ് പണം വന്നത്? അങ്ങനെയല്ലേ കണക്ക് പറയേണ്ടത്? ആരിൽ നിന്നൊക്കെയാണ് പണം വന്നത് എന്നത് പറയാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ തെറ്റായ രൂപത്തിൽ കണക്ക് പറയുകയാണ്. മാത്രമല്ല, ചില ജില്ലകളിലെ DCCയുടെ ഭാരവാഹികൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ DCCയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ മാത്രം 4 പേരിൽ നിന്ന് വാങ്ങിയതിൻ്റെ ആകെ തുക 63 ലക്ഷം വരും. 4 പേരിൽ നിന്ന് വാങ്ങിയതിൻ്റെ തുകയാണ് 63 ലക്ഷം. അപ്പോൾ ഇവർക്ക് എത്ര പേരാണ് കിട്ടിയത്? വളരെ ചുരുങ്ങിയ ആളാണോ കിട്ടിയത്? എന്തേ കോൺഗ്രസിനെ അത്ര വിശ്വാസമില്ല? ഇനി ഇത്രയാണ് പണം കിട്ടിയതെങ്കിൽ ഇത്രയും വലിയ ആപ്പുണ്ടാക്കി രാജ്യത്തെ പ്രധാന പാർട്ടിയാണെന്ന് പറയുന്ന കോൺഗ്രസ്സിന് എന്തേ ഇത്ര പണം കിട്ടി? ജനങ്ങൾ അത്രയേറെ കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തുറന്ന് സമ്മതിക്കലല്ലേ അത്? ഇത്രയേ പണം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ. ആപ്പുണ്ടാക്കി ഈ രൂപത്തിൽ പിരിവ് നടത്തി, വലിയ ക്യാമ്പയിൻ നടത്തി, ഈ കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ഈ സ്ഥലം MLA, കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ എല്ലാവരും, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന പ്രചരണം നടത്തിയിട്ടും ഇത്രയേ പണം വന്നിട്ടുള്ളൂ എങ്കിൽ ജനങ്ങൾ ഇവരെ അത്രയേറെ വിശ്വസിക്കുന്നില്ല എന്നതല്ലേ വ്യക്തമാവുന്നത്? അതിന് മറുപടി പറയട്ടെ. ഈ നിലയിൽ ദുരന്തബാധിതരെ യഥാർത്ഥത്തിൽ വലിയ രൂപത്തിൽ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുകയാണ്. പല രൂപത്തിൽ, സുധി ഉൾപ്പെടെയുള്ള ദുരന്തബാധിതരെ പല രൂപത്തിൽ ഇവർ വഞ്ചിച്ചിരിക്കുകയാണ്. അതാണ് ഇതിലെ ഗൗരവമായ വിഷയം. ആ നിലയിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NM വിജയൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച, നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച സമാദരണീയനായ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ, ജില്ലാ ട്രഷററായിരുന്നു അദ്ദേഹം. 50 വർഷം കോൺഗ്രസിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകൻ 2 പേരുടെയും ജീവൻ പൊലിച്ചത് കോൺഗ്രസ് കാരണമാണ്. ഇനി കോൺഗ്രസിൻ്റെ UDFൻ്റെ ഇന്നത്തെ ചില പ്രസ്താവന കണ്ടു. മനുഷ്യത്വം തൊട്ടുതീണ്ടിയില്ലാത്തവർക്ക് മാത്രം പറയാൻ കഴിയുന്ന രൂപത്തിലല്ലേ അവർ പ്രതികരിച്ചത്? 2 പേർ ആ കുടുംബത്തിൽ മരണപ്പെട്ടു. ബാക്കിയുള്ളവരെ കൂടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിലേക്കല്ലേ ഇവർ പറഞ്ഞിരിക്കുന്നത്? അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത സംവിധാനമായി UDF മാറിയിരിക്കുന്നു. അതാണ് ചൂരൽമലയിൽ, മുണ്ടക്കയിൽ നമ്മൾ കണ്ടത്. അതാണ് ഇപ്പോൾ NM വിജയൻ്റെയും മകൻ്റെയും കാര്യത്തിൽ അവർ പ്രതികരിച്ചത്. എന്താ? ഇന്ന് രാവിലെ അവർ പ്രതികരിച്ച മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു. ആ കുടുംബം പ്രതികരിച്ചത്, പ്രിയങ്ക ഗാന്ധിയോട് ഞങ്ങൾ NM വിജയൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്നത് ഞങ്ങൾ അഭിപ്രായം പറയുകയും അത് സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി ഇനി അവർ കുറ്റക്കാരെ സംരക്ഷിക്കില്ല, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും, സ്ഥാനാർത്ഥിത്വം ഇവർക്ക് കൊടുക്കില്ല എന്നെല്ലാം വാക്ക് നൽകിയതാണ്. പക്ഷേ NM വിജയൻ്റെ, ഞങ്ങളുടെ അച്ഛൻ്റെയും അനിയൻ്റെയും മരണത്തിന് കാരണക്കാരായ IC ബാലകൃഷ്ണനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല ചെയ്തത്, ഇപ്പോൾ അവരുടെ പ്രചരണത്തിനും കൂടെ വരികയാണ്. അത് ഞങ്ങളുടെ അച്ഛൻ്റെ നീതി നിഷേധമാണ്, അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും എന്നവർ പറയുകയാണ്. അവർ വെറുതെ പറഞ്ഞല്ലോ. ഈ മരണത്തിൻ്റെ ഉത്തരവാദിയായി ആത്മഹത്യാ പ്രേരണാ കേസിൽ 1-ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ചാർജ് ഷീറ്റ് സമർപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയ കേസിൽ, വിജിലൻസ് കേസിൽ 1-ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ഒരു കാര്യം ബത്തേരി മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാടിന് തന്നെ അപമാനമല്ലേ അദ്ദേഹം? നിങ്ങൾ നോക്ക്, എത്ര മനുഷ്യരുടെ ജീവന് മരണത്തിന് കാരണക്കാരനാണ്. 2 മനുഷ്യർ, NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും മറ്റൊരുപാട് പേരുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണക്കാരനായ ആളാണ് IC ബാലകൃഷ്ണൻ. കോടികളാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന്, കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ വിജിലൻസ് കേസിൽ 1-ാം പ്രതിയാണ്. മാത്രമാണ്, നിങ്ങൾ നോക്ക്, ഇവിടെയുള്ള നേരത്തെ മുതലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. കക്ഷി രാഷ്ട്രീയ എന്ന നിലയിൽ ചിലപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കെല്ലാം ഉണ്ടാവും. പക്ഷേ ND അപ്പച്ചേട്ടൻ എന്ന് പറയുന്നത് ഈ ജില്ലയിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം
ദീർഘകാലമായുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മുടെ ഓരോ പാർട്ടികളുടെയും സമുന്നതരായ നേതാക്കൾ അങ്ങനെയുണ്ടാകും, ദീർഘകാലം പ്രവർത്തിച്ച്. ആ ഗണത്തിൽ ഇപ്പോൾ അത്രയും പ്രധാനിയായ ഒരാളാണ്. അദ്ദേഹത്തോട് സംസാരിച്ച, അദ്ദേഹത്തെ വിളിച്ച തെറികളും അസഭ്യവും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ, ഇപ്പോൾ ലഭ്യമാണല്ലോ. കേട്ടാലിറക്കുന്ന ഭാഷയിലാണ് അദ്ദേഹത്തെ തെറി അഭിഷേകം നടത്തുന്നതിലേക്ക് IC ബാലകൃഷ്ണൻ നടത്തിയത്. ഇപ്പോൾ ഓഡിയോ ലഭ്യമാണല്ലോ. അങ്ങനെയെല്ലാമുള്ള അത്തരത്തിലെല്ലാമുള്ള ഒരു ആളെ ഒരു നാടിന് ആവശ്യമുണ്ടോ? അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഈ കുടുംബം പറഞ്ഞതെന്താ? ഇങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത്, ഞങ്ങളുടെ അച്ഛൻ്റെയും അനിയൻ്റെയും മരണത്തിന് കാരണക്കാരനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഞങ്ങൾ അച്ഛന് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കും. അങ്ങനെ പറഞ്ഞതിന് എന്തിനാണ് UDF മനുഷ്യപ്പറ്റില്ലാതെ പിന്നെയും ആ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ട് അവശേഷിക്കുന്നവരെ കൂടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിലേക്ക് പെരുമാറുന്നത്? വളരെ ഗൗരവമായി പൊതുസമൂഹം അതിനെതിരായി നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ശശിയേട്ടൻ്റെ പേര് വയനാട് ജില്ലയിൽ നടന്ന ഈ 10 വർഷക്കാലത്തിനിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടും, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ കൽപ്പറ്റ MLA അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ശശിയേട്ടൻ്റെ പേര് ഓർമ്മിക്കേണ്ട കാര്യമാണ്. പല റോഡുകൾ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശശിയേട്ടൻ MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന റോഡുകളാണ്. ശശിയേട്ടൻ MLA ആയിരിക്കുമ്പോഴാണ് ഈ മണ്ഡലത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ശശിയേട്ടൻ MLA ആയിരിക്കുമ്പോഴാണ് ഈ നമ്മുടെ ജില്ലയിലെ ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോൾ ശബരിമല ഇടത്താവളം അവരെ പ്രചരണത്തിൽ വലിയ സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. ശബരിമല ഇടത്താവളം ശശിയേട്ടൻ MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇങ്ങനെ വയനാട് ഈ മണ്ഡലത്തിൽ മാത്രമല്ല, LDFൻ്റെ ജില്ലാ കൺവീനർ എന്ന നിലയിൽ, CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം നിലയിൽ ഈ ജില്ലയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുൻകൈയെടുത്തു. കൽപ്പറ്റ MLA ആയിരിക്കുമ്പോൾ ശശിയേട്ടൻ കൽപ്പറ്റ മണ്ഡലത്തിൽ മാത്രമല്ല, വയനാടിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാവെന്ന നിലയിൽ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ പരാമർശിച്ച വിഷയം മെഡിക്കൽ കോളേജിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങി, നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചു. അത് അഭിമാനകരമായ കാര്യമാണ്. അതിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള 50 കുട്ടികൾ ഇപ്പോൾ ഡോക്ടറാകാൻ വേണ്ടി വയനാട്ടിൽ പഠിക്കുകയാണ്. അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. വയനാട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നിടത്ത് ബിൽഡിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെ അനുബന്ധമായി തന്നെ നേഴ്സിംഗ് കോളേജ് അവിടെ ആരംഭിച്ചു. ആവശ്യമായ ഡോക്ടർമാർ അനുവദിച്ചു. വലിയ രൂപത്തിലുള്ള മെച്ചപ്പെടൽ. പിന്നെ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചാൽ ആദ്യഘട്ടം സ്വിച്ചിട്ടതുപോലെ എല്ലാ സൗകര്യങ്ങളും കൂടെ ഒരു മെഡിക്കൽ കോളേജ് ആവുന്നില്ല. ഘട്ടമായിട്ടാണ് മെഡിക്കൽ കോളേജിൻ്റെ പുരോഗതി ഉണ്ടാവുക. ഘട്ടമായി തന്നെ വയനാട് മെഡിക്കൽ കോളേജ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും.